ഗാർഡന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് സഹപാഠികളുടെ ആരോപണം. സംഘർഷാവസ്ഥയെ തുടർന്ന് ആശുപത്രിയിൽ കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച MBBS വിദ്യാർത്ഥി ആൽവിൻ ജോർജിന് നാടിന്റെ അന്ത്യാഞ്ജലി. എടുത്ത സെന്റ് ജോർജ് പള്ളിയിൽ മൃതദേഹം സംസ്കരിച്ചു. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച എടത്വ സ്വദേശി ആൽവിൻ ജോർജിന് കണ്ണീരോടെ വിട നൽകി ജന്മനാട്. എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളിയിലെ പ്രാർത്ഥനകൾക്ക് ശേഷം പള്ളി സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചു. തലവടിയിലെ വീട്ടിൽ നടന്ന പൊതുദർശനത്തിൽ മന്ത്രി സജി ചെറിയാൻ, MLA മാരായ രമേശ് ചെന്നിത്തല, തോമസ് കെ തോമസ് എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. ആൽവിൻ പഠിച്ച എടത്വ സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊതുദർശനത്തിൽ സുഹൃത്തുക്കളും അധ്യാപകരുമടക്കം നൂറുകണക്കിന് പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. കളർകോടുണ്ടായ വാഹനാപകടം അതിദാരുണമാണെന്നും അപകടത്തിൽ മരിച്ച കുട്ടികളുടെ കുടുംബങ്ങൾക്ക് അടിയന്തരമായി സർക്കാർ ധനസഹായം നൽകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പാവപ്പെട്ട കുടുംബങ്ങളാണ്. രക്ഷിതാക്കളൊക്കെ വലിയ സാമ്പത്തിക അവസ്ഥ വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുവാനായിട്ട് അടിയന്തരമായി ഗവൺമെന്റ് തയ്യാറാകണം. അതുപോലെ തന്നെ ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾ അവരുടെ തുടർ ചികിത്സ, അവർക്ക് നല്ല മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പുവരുത്തുവാനായിട്ടുള്ള നടപടികളും ഗവൺമെന്റ് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്കിവിടെ അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത്. അതേസമയം അപകടത്തിൽപ്പെട്ട ചികിത്സയിലുള്ള 4 വിദ്യാർത്ഥികൾ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട. 3.5 കോടിയിലേറെ വില വരുന്ന 12 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് കൊച്ചി കസ്റ്റംസ് യൂണിറ്റ് പിടികൂടിയത്. സംഭവത്തിൽ ബാങ്കോക്കിൽ നിന്നും തായ് എയർവേഴ്സിൽ എത്തിയ മലപ്പുറം സ്വദേശി ഉസ്മാൻ അറസ്റ്റിലായി. ബാഗേജിനകത്ത് ഭക്ഷണ